ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ASA ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കിയത്? ട്രാവേഴ്സിങ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് നോക്കിയത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ഒരു പോർഷനിലേക്ക് പോവാം, പുതിയൊരു സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, അതെ, ഞാൻ സർവേ ചെയ്യുന്നത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, എനിക്കിവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഓക്കെ, ലൈറ്റ് ഹൗസോ ഒരു ഉയരത്തിലുള്ള ഒരു സാധനമുണ്ട്, ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഓക്കെ, ആ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു പോളുണ്ട്. ഓക്കെ, ഒരു പോളുണ്ട്. അതിന് മുകളിൽ എന്തുണ്ട്? ചെറിയൊരു ബൾബുണ്ട്. ഓക്കെ, ചെറിയൊരു ബൾബുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? ഈ ബൾബ് എടുക്കണം. ഓക്കെ, ഈ ബൾബിനെ എനിക്ക് എന്ത് ചെയ്യണം? എടുക്കണം, ഇവിടെ നിന്ന് എടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ ബൾബിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ. ഓക്കെ, സർവേയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പൊസിഷനിങ് ആണ് ചെയ്യുന്നത്. സോ ഈ ബൾബിനെ എനിക്ക് പൊസിഷൻ ചെയ്യണം. എന്നിട്ട് ഞാൻ പറയണം, ഇന്ന പൊസിഷനിൽ നിങ്ങൾ പൊയ്ക്കോളൂ, അവിടെ ഒരു ബൾബ് ഉണ്ടാവും, അതിങ്ങ് എടുത്തുകൊണ്ട് പോവാം. ഓക്കെ ആണല്ലോ, ശരി. ഇതിൻ്റെ പ്ലാൻ വ്യൂ ഒന്ന് വരയ്ക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കും? എൻ്റെ ഗ്രൗണ്ട് ഇങ്ങനെ റെക്റ്റാങ്കുലർ പോർഷനാണ് നമുക്ക് അസ്യൂം ചെയ്യാം. നോക്കിയേ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ഇവിടെ അതിൻ്റെ പ്ലാൻ വ്യൂ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ലൈറ്റ് ഹൗസ് എനിക്കൊരു ചതുരമായിട്ടായിരിക്കും കാണുന്നത്. അവിടെ എന്തുണ്ട്? അതിൻ്റെ ടോപ്പിലായിട്ട് ആ ഒരു ബൾബുണ്ട്. ഓക്കെ ആണല്ലോ, ശരി. ഇത് നോക്കി, ഇത് ഏത് വ്യൂ ആണ്? ഇത് പ്ലാൻ വ്യൂ ആണല്ലേ. പ്ലാൻ വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ കാണാൻ പറ്റുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും എനിക്ക് എന്ത് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിൻ കാണാൻ പറ്റുന്നത്. ഓക്കെ, പ്ലാനിൽ നിന്ന് ഞാൻ ഈ ലൈറ്റിലേക്ക് നോക്കിയാൽ മുകളിലൊരു പ്ലെയിനിൽ അങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ രീതിയിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, ശരി. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡീൽ ചെയ്തായിരുന്നു അല്ലേ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു പോയിന്റ് ഞാൻ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക? വിത്ത് റെസ്പെക്റ്റ് ടു 2 ഫിക്സഡ് പോയിന്റ് അല്ലേ. 2 ഫിക്സഡ് പോയിന്റ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പി എന്ന് പറയുന്ന പോർഷനെ എനിക്ക് എന്ത് ചെയ്യാം? ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. അതാണ് എന്ത് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് നമ്മൾ പഠിച്ചല്ലേ. 5 മെത്തേഡ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. തൽക്കാലം ഞാൻ എന്ത് ചെയ്തു? വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, ഓർമ്മയൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താണ്? എയോ ബിയോ എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ഇതുവരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ ആ ബൾബ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ എവിടെ ചെന്ന് നിൽക്കും? ഈ ബൾബിൻ്റെ നേരെ അടിയിൽ ചെന്ന് നിൽക്കും. ഞാൻ ഈ ഒരു കോർഡിനേറ്റാണ് അല്ലെങ്കിൽ ഈ ഒരു സാധനമാണ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്ന രീതിയിൽ എയിൽ നിന്ന് ഇത്രയും പോവുക, ബിയിൽ നിന്ന് ഇത്രയും പോവുക. എയിൽ നിന്ന് 10 മീറ്റർ പോവുക, ബിയിൽ നിന്ന് 20 മീറ്റർ പോകുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നിങ്ങളെ ബൾബ് ഉള്ളതെന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, ഇവിടെ വന്നാൽ പുള്ളിക്ക് ബൾബ് കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു എലിവേഷൻ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലേ. ഈ ഒരു എലിവേഷൻ, ഈ ഒരു പൊക്കം കൂടി നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ബൾബ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? ഞാൻ പറയുന്നു, എയിൽ നിന്ന് 10 മീറ്ററും ബിയിൽ നിന്ന് 20 മീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നിങ്ങളൊരു 5 മീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെ ഒരു ബൾബ് ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തിട്ട് വാ. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ എലിവേഷൻ, ഉയരം, എലിവേഷനാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, എലിവേഷനാണ് പറഞ്ഞത്. ഈ എലിവേഷൻ കിട്ടണമെങ്കിൽ ഞാൻ ഏത് വ്യൂവിൽ കൂടി നോക്കണം? മുകളിൽ നിന്ന്, ഈ പ്ലെയിനിൽ നിന്ന് നോക്കിയാൽ എനിക്ക് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഉയരം കാണാൻ പറ്റില്ല. അതാ മുകളിൽ നിന്നൊരു പ്ലെയിനിൽ കൂടെ നോക്കിയാൽ എനിക്ക് ഉയരം കാണാൻ പറ്റില്ല. ഇത് ഇങ്ങനെയല്ലേ കാണാൻ പറ്റൂ. സോ എനിക്ക് ഉയരം കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കണം. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കിയാൽ മാത്രമേ എനിക്ക് ലൈറ്റ് ഹൗസിൻ്റെ ഉയരം കാണാൻ പറ്റൂ. അത് ഏത് പ്ലെയിനിലാണ് കിടക്കുന്നത്? അത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഡയമെൻഷൻസ് ഇൻ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ആ ഒരു ഡീലിങ്സ് ആണ്, ആ ഒരു ഡയമെൻഷൻസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് എന്ത്? ലെവലിംഗ്. എന്താണ്? ലെവലിംഗ്. ഓക്കെ, ലെവലിംഗ്. എന്താണ് ലെവലിംഗ് എന്ന് പറയുന്നത്? ലെവലിംഗ് ഡീൽസ് വിത്ത് പൊസിഷൻ ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിനിൽ ഉയരങ്ങളെക്കുറിച്ച് ഡീൽ ചെയ്യാനായിട്ട് ഞാൻ നടത്തുന്ന ആ ഒരു പ്രൊസീജിയറിൻ്റെ പേരാണ് എന്ത്? ലെവലിംഗ്. ഓക്കെ ആണല്ലോ, അതാണ് നമ്മളിനി ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണല്ലേ. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നടത്തുന്ന നമ്മുടെ ആ ഒരു പൊസിഷനിങ്ങിനെ പറയുന്ന പേരാണെന്ത്?
സർവേയിങ് അല്ലേ, പൊസിഷനിങ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നടത്തുന്ന ആ ഒരു പൊസിഷനിങ്ങിനെ പറയുന്ന പേരാണിത്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നടത്തുന്ന പൊസിഷനിങ്ങിൽ പറയുന്ന പേരാണിത് സർവേയിങ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ലെവലിംഗ് അല്ലേ. എന്താണ് ലെവലിംഗ്? എന്താ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ പൊസിഷനിങ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിന് നമ്മൾ പേര് വിളിക്കുന്നത് എന്ത്? സർവേയിങ് ആൻഡ് ലെവലിംഗ് എന്നാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേര്. ഓക്കെ, സർവേയിങ് ആൻഡ് ലെവലിംഗ്. ഓക്കെ, സർവേയിങ് ഡീൽസ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ലെവലിംഗ് ഡീൽസ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, സർവേയിങ് ആൻഡ് ലെവലിംഗ്. ഓക്കെ, സർവേയിങ്ങും ലെവലിങ്ങും ഒന്നല്ല. സർവേയിങ് എന്ന് പറയുമ്പോൾ ഇതാണ് സർവേയിങ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഡീൽ ചെയ്യുന്നതാണ് സർവേയിങ്, വെർട്ടിക്കൽ പ്ലെയിനിൽ ഡീൽ ചെയ്യുന്നതാണ് എന്ത്? ലെവലിംഗ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സർവേയിങ് എന്താണ്, ലെവലിംഗ് എന്താണെന്നുള്ള ഡിഫറൻസ് മനസ്സിലായി. ഇത് സർവേയിങ്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സർവേയിങ്, വെർട്ടിക്കൽ പ്ലെയിനിൽ എന്ത്? ലെവലിംഗ്. ഓക്കെ, സർവേയിങ്ങും ലെവലിങ്ങും കൂടി ചേരുന്നതാണ് എന്ത്? നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഈ ഒരു എൻ്റയർ സർവേയിങ് ആൻഡ് ലെവലിംഗ് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ശരി, ഇനി നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ളത്? നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെല്ലാം വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ഡീലിങ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ മീൻസ് നമ്മളെല്ലാത്തിൻ്റെയും എലിവേഷൻ, പൊക്കമാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാ ശരി, ഇതെൻ്റെ ഗ്രൗണ്ട്. ഓക്കെ, ഈ ഗ്രൗണ്ടിൽ ഒരാൾ നിൽപ്പുണ്ട്. ഓക്കെ, ആളുടെ പേര് എ എന്നാണ്. ഓക്കെ, മറ്റൊരാൾ നിൽപ്പുണ്ട്. ആളുടെ പേര് ബി എന്നാണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു ആർക്കാണ് ഉയരം കൂടുതൽ? ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും എക്കാണ് ഉയരം കൂടുതൽ. എന്തുകൊണ്ടാണ്? നമ്മളെങ്ങനെ ചെയ്യുന്നത്? ഞാൻ എൻ്റെ കാലിൽ നിന്ന് അല്ലേ, ആ കാലിൽ നിന്നും എൻ്റെ എയുടെ തലയുടെ മുകളിൽ വരെയുള്ള ഡിസ്റ്റൻസ് ഒരു സ്കെയിൽ വെച്ച് അളന്നെടുക്കുന്നു. നമ്മളെല്ലാം പൊക്കം കണ്ടുപിടിക്കുന്നത് അങ്ങനെയല്ലേ? നമ്മളൊരു ഭിത്തിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നു. ആ ഭിത്തിയിൽ എന്തുണ്ട്? ഗ്രാജുവേഷൻസ് ഉണ്ട് അല്ലേ? ആ ഗ്രാജുവേഷൻസ് വെച്ചിട്ട് ഒരു സ്കെയിൽ ആ ഭിത്തിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് ഞാൻ ഇയാളുടെ പൊക്കം കണ്ടുപിടിച്ചു. അതുപോലെ ഞാൻ എന്ത് ചെയ്തു? ബിയുടെയും പൊക്കം കണ്ടുപിടിച്ചു. ഓക്കെ, ബിയുടെയും പൊക്കം കണ്ടുപിടിച്ചു. മൂന്നാമതൊരാൾ കൂടിയുണ്ട്, സി. ഓക്കെ, സി എന്ന് പറയുന്ന ഒരാളുണ്ട്. പക്ഷെ ആ ആള് ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഓക്കെ, സി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇയാളൊരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, സിയുടെ ഉയരം എത്ര? അത് എയേക്കാൾ കൂടുതലാണോ, ബിയേക്കാൾ കൂടുതലാണോ, അതേ എയേക്കാൾ കുറവാണോ, അതേ ബിയുടെ അത്രയുമുള്ളോ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, ഇതാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ചോദ്യം. എന്താണ്? സിയുടെ എലിവേഷൻ എത്ര? നോക്കിയേ, സിയുടെ എലിവേഷൻ കണ്ടുപിടിക്കാനായിട്ട് സിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? സിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നോക്കിയേ, ഇവിടെ നിന്നാണ് അളവെടുത്തത്, ഗ്രൗണ്ടിൽ നിന്നാണ് അളവെടുത്തത്. ഇവിടെയും നമ്മൾ ഗ്രൗണ്ടിൽ നിന്നാണ് അളവെടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അളവെടുക്കേണ്ടി വരും അല്ലേ? ഓക്കെ, പ്ലാറ്റ്ഫോമിൽ നിന്ന് അളവെടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇതിൻ്റെ ഹൈറ്റ് എത്ര എന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഓക്കെ ആണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? സർവേയിങ് ഡീൽ ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പോയിന്റ്സ് ആണ്. ഓക്കെ, സർവേയിങ് ഡീൽ ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു ടു ഫിക്സഡ് പോയിന്റ്സ്. ഇതായിരുന്നു എന്ത്? സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്. അതുപോലെ ലെവലിംഗ്, അതായത് ഉയരങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒരു റെഫറൻസ് ലൈൻ വേണം. ഉയരം കണ്ടുപിടിക്കാനും എനിക്ക് എന്ത് വേണം? ഒരു റെഫറൻസ് ലൈൻ വേണം. റെഫറൻസിൽ നിന്ന് മാത്രമേ എനിക്ക് ഉയരം പറയാൻ പറ്റൂ. ഓക്കെ, ഞാൻ നിൽക്കുന്ന ഗ്രൗണ്ടിൽ നിന്നും എനിക്ക് 1.75 മീറ്റർ ഉയരമുണ്ട്. ഓക്കെ, ഞാൻ നിൽക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് എത്രയുണ്ട്? 1.65 മീറ്റർ ഉയരമുണ്ട്. ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് എത്ര മീറ്റർ ഉയരമുണ്ട്? ഞാൻ പറയുന്നു എത്ര? 1.68 മീറ്റർ ഉയരമുണ്ട്. ഇനി വേണമെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഗ്രൗണ്ടിൽ നിന്നും ഇതിന് ഒരു 2.1 മീറ്റർ ഉയരമുണ്ട്. കണ്ടോ?
ഓരോ റെഫറൻസിനനുസരിച്ച് നമ്മുടെ ആ ഒരു വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പൊസിഷൻ മാറിക്കൊണ്ടേ ഇരിക്കും. ഞാൻ എടുക്കുന്ന റെഫറൻസ് ഇവിടെയാണെങ്കിൽ ഇത് മാത്രം നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒരു ആളിനെ സീനെ മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ എൻ്റെ ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ അയാൾക്ക് ഒരു ഉയരമായിരിക്കും, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിൽ മറ്റൊരു ഉയരമായിരിക്കും. ഇതെന്താണ്? ഒരു റെഫറൻസ് ആണ്. ഇതെന്താണ്? മറ്റൊരു റെഫറൻസ് ആണ്. മറ്റൊരു റെഫറൻസ് ആണ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും ഉയരം കണ്ടുപിടിക്കാൻ, എലിവേഷൻ കണ്ടുപിടിക്കാൻ ഓക്കെ, എലിവേഷൻ 2, എലിവേഷൻ 3, എലിവേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത ഈ ഒരു റെഫറൻസിനെ പറയുന്ന പേരാണ് ഡേറ്റ. റെഫറൻസിനെ പറയുന്ന ഒരു പേരാണ് ഡേറ്റ. ഓക്കെ ആണല്ലോ? ശരി, ഇത് എന്താണ്? ഒരു റെഫറൻസ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡേറ്റം എന്ന് പറയാം. ഓക്കെ, ഇതിന് എന്തെന്ന് പറയാം? ഡേറ്റം എന്ന് പറയാം. ഓക്കെ, റെഫറൻസിനെ പറയുന്ന പേരാണ് എന്ത്? ഡേറ്റ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി താഴേക്ക് മാറിയിട്ട് വേറൊരു റെഫറൻസ് എടുക്കുകയാണ്. ഇനി ഇതിനെ എന്തെന്ന് തന്നെ പറയാം? ഡേറ്റം നമ്പർ 2. ഓക്കെ, ഡേറ്റം നമ്പർ 2. ഞാൻ കുറച്ചുകൂടി താഴേക്കാണ് എടുക്കുന്നത്. ഇനി ഇതിനെ എന്തെന്ന് പറയാം? ഡേറ്റം നമ്പർ 3 എന്ന് പറയാം. ഞാൻ കുറച്ചുകൂടി മുകളിലേക്കാണ് എടുക്കുന്നത്. ഇതിനെ എനിക്ക് എന്തെന്ന് പറയാം? ഡേറ്റ നമ്പർ 4 എന്ന് പറയാം. ഓക്കെ, ഏത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എനിക്ക് എന്തെടുക്കാൻ പറ്റും? ഡേറ്റം എടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ എടുക്കുന്ന റെഫറൻസ് ലൈനിനെ പറയുന്ന പേരാണ്, റെഫറൻസ് ലെവലിനെ പറയുന്ന പേരാണ് എന്ത്? ഡേറ്റ. അതിലോട്ടൊക്കെ നമുക്ക് വരാം. റെഫറൻസിനെ പറയുന്ന പേരാണ് എന്ത്? ഡേറ്റം. ഓക്കെ, ശരി. അപ്പോൾ എന്താണ് ഡേറ്റം എന്ന് നമുക്ക് മനസ്സിലായി. എവിടെ നിന്നാണോ ഉയരം പറയുന്നത് അതാണ് നമുക്ക് ഡേറ്റം എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ എയും ബി എയും എടുക്കുന്നു. ദേ എ, ബി. ഓക്കെ ആണല്ലോ? ഇതാണ് എന്തിൻ്റെ? ഡേറ്റം. ഇതാണ് എൻ്റെ ഡേറ്റം. ഈ ലൈനാണ് എന്തെൻ്റെ ഡേറ്റ. ഒരേ ലൈനാണ്. ഓക്കെ, ശരി. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ആർക്കാണ് ഉയരം കൂടുതൽ? സിമ്പിളായിട്ട് നമുക്ക് പറയാം എന്താ? എക്കാണ് ഉയരം കുറവ്, ബിക്കാണ് ഉയരം കൂടുതൽ. അതെങ്ങനെ നമുക്ക് മനസ്സിലായേ? ഞാൻ എയുടെ തലയുടെ ആ ഒരു പൊക്കത്തിൽ എന്ത് ചെയ്തു? ഒരു വര വരച്ചു അല്ലേ? ഓക്കെ, എയുടെ തല നോക്കിയ ബിയുടെ ഷോൾഡർ വരെ മാത്രമേ ഉള്ളൂ. സോ എനിക്ക് എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു എക്ക് ഉയരക്കുറവാണ്. ഓക്കെ, എക്ക് ഉയരം കുറവാണ്. ഇനി ഇതാ നോക്കിയേ, നമ്മുടെ ഭൂമി എന്താണ്? സ്ഫിയർ ആണ് അല്ലേ? സ്ഫിയർ ആണ്. നമ്മുടെ ഭൂമി എന്താണ്? സ്ഫിയർ ആണ്. ഭൂമിക്ക് പല ഷേപ്പൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ തന്നെ നമുക്ക് അതെല്ലാം ഉപേക്ഷിക്കണം. പിന്നീടുള്ള ക്ലാസ്സുകളിലെല്ലാം ഭൂമി സ്ഫിയർ ആണ്. ഭൂമി സ്ഫിയർ ആണ്. നോക്കി, എൻ്റെ എ എവിടെ നിൽക്കുന്നു? എൻ്റെ എ ഇവിടെ നിൽക്കുന്നു. എയുടെ ഉയരം, അതേ ഉയരത്തിലുള്ള എ എവിടെ നിൽക്കുന്നു? എ ഇവിടെ നിൽക്കുന്നു. ഓക്കെ, ഇനി ആരാണ്? ബി ആണല്ലേ? ബി എവിടെ നിൽക്കുന്നു? ഇതേ ഉയരം കൂടുതലുള്ള ബി ഇവിടെ നിൽക്കുന്നു. ഓക്കെ, ബിക്ക് ഉയരം കൂടുതലാണ്. ഇതാണ് എ, ബി. നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? എയുടെയും ബിയുടെയും ഉയരം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അവയുടെ ആ ഒരു ഉയരത്തിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഞാനൊരു ഡേറ്റത്തിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു അല്ലേ? ഡേറ്റത്തിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു. എന്നിട്ട് അവയുടെ ഡിഫറൻസ് നോക്കി. ഇവിടെ ഞാൻ ചെയ്യുന്നു അതേ പ്രൊസീജിയർ ചെയ്യുന്നു. ഇതാ നോക്കിയേ, എയുടെ തലയ്ക്ക് പാരലായിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. കണ്ട? നോക്കിയേ, എയുടെ തലയാണ് മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് പറയും? എക്ക് ഉയരം കൂടുതലാണെന്ന് പറയേണ്ടി വരും. നോക്ക്, ഞാനിങ്ങനെ നിൽക്കുന്നു, ഞാനിങ്ങനെ ഒന്ന് വരച്ചു നോക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതാണ് ബി എങ്കിൽ എന്താ? ബീൻ്റെ തലയിൽ ഇത് തട്ടുന്നില്ല അല്ലേ? ബി ഇങ്ങനെ നിൽക്കുന്നത്.
സോ ബിയിൽ തട്ടാതെ തന്നെ എന്ത് പോകുന്നു, എൻ്റെ വര ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ പറയേണ്ടി വരും എന്താണ്, എക്കാണ് ഉയരം കൂടുതലെന്ന്. സോ എക്ക് ഉയരം കൂടുതലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എ എന്ന് പറയുന്ന ആൾ ചെറുതും ബി എന്ന് പറയുന്ന ആൾ വലുതുമാണ്. സോ ഈ ഒരു ലെവൽ ലൈൻ ഇത് തെറ്റാണ്. ഇങ്ങനെ എനിക്കൊരിക്കലും ഇവരുടെ ഉയരങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പകരം ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഡേറ്റം ദേ എങ്ങനെയാണ് പോയിരിക്കുന്നത്, കർവ്ഡ് ആയിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ. സ്ഫിയർ അല്ലേ, നമ്മുടെ ഭൂമിയുടെ സർഫസിനെ ഞാൻ ഡേറ്റമായിട്ട് എടുത്താൽ അതെന്താണ്, ഒരു കർവായിട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, കർവായിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ ഡേറ്റം സ്ട്രൈറ്റ് ആയതുകൊണ്ട് ഇതിനെ എൻ്റെ ലെവൽ ലൈൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ലെവൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിവേഷനുകളെ, ഉയരങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ലൈനാണ് ലെവൽ ലൈൻ. തൽക്കാലം ഇവിടെ ആയിക്കോട്ടെ, കറക്റ്റ് ഡെഫിനിഷനിലേക്ക് നമ്മളിപ്പോൾ വരും. ഓക്കെ, ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലെവൽ ലൈൻ ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഞാൻ എൻ്റെ ഡേറ്റത്തിന് പാരലായി തന്നെ എടുക്കണം. അതായത് ഇതാണ് എൻ്റെ കർവ്ഡാണ് എൻ്റെ ഡേറ്റമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിന് പാരലായിട്ടുള്ള ഒരു കർവ്ഡ് സർഫസ് തന്നെയാണ് കൺസിഡർ ചെയ്യാനുള്ളത്. ഓക്കെ, അതിന് പാരലായിട്ടുള്ളൊരു കർവ്ഡ് സർഫസ് തന്നെയാണ് കൺസിഡർ ചെയ്യാനുള്ളത്. ഇപ്പം നോക്കിയേ, എയിൽ നിന്ന് ഞാൻ കറക്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നതിന് വരെ എന്താ, എൻ്റെ ഗ്രൗണ്ടിന് പാരലായിട്ട് വരയ്ക്കണം. ഗ്രൗണ്ടിന് പാരലായിട്ട് വരച്ചപ്പോൾ നോക്കിയേ, ഇതാണെന്ത്, എയുടെ എലിവേഷൻ. ആ എലിവേഷൻ എവിടെ വരുന്നു, ബിൻ്റെ ഷോൾഡർ വരെ വരുന്നുള്ളൂ. ഇപ്പോൾ അതാ നോക്കിയേ, എനിക്ക് പറയാൻ സാധിക്കും എന്താണ്, എ ചെറുതും ബി വലുതുമാണെന്ന്. ഓക്കെ ആണല്ലോ. സോ എൻ്റെ ലെവൽ ലൈനുകൾ എല്ലാം ഇതെന്താണ്, ഭൂമിയാണല്ലേ. ഭൂമിയുടെ ഷേപ്പിന് പാരലായിരിക്കും, ഭൂമിയുടെ സ്ഫെറിക്കൽ ഷേപ്പിന് പാരലായിരിക്കും, ഭൂമിയുടെ മീൻ സ്ഫിറോയിഡ് ഷേപ്പിന് പാരലായിരിക്കും എന്ത്, എൻ്റെ ലെവൽ ലൈൻ. ഓക്കെ, എൻ്റെ ലെവൽ ലൈൻ എന്ന് പറയുന്നത് ഭൂമിയുടെ മീൻ സ്ഫിറോയിഡൽ ഷേപ്പിന് പാരലായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലെവൽ സർഫസ്. ഓക്കെ, ലെവൽ സർഫസ് എന്താണ് ലെവൽ സർഫസ്? നോക്കിയേ, എനിക്കെന്തുണ്ട്, ഭൂമിയുണ്ട്. ഭൂമിയുടെ ഷേപ്പ് എന്താണ്, സ്ഫെറിക്കൽ ഷേപ്പാണ്. ഓക്കെ, ആ ഭൂമിയുടെ സ്ഫെറിക്കൽ ഷേപ്പിന് പാരലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന എല്ലാ സർഫസുകളും, ഭൂമിയുടെ സ്ഫെറിക്കൽ ഷേപ്പിന് പാരലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന എല്ലാ സർഫസുകളെയും പറയുന്ന പേരാണെന്ത്, ലെവൽ സർഫസ്. എന്താണ് ഭൂമി എന്ന് പറയുന്നത് ഒരു ഫുട്ബോളാണ്. ഓക്കെ, ഒരു ഫുട്ബോളാണ്. ആ ഫുട്ബോളിനെ പൊതിഞ്ഞുകൊണ്ട് മൊത്തത്തിൽ പാരലായിട്ട് ഒരു സർഫസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതാണ് എന്തെൻ്റെ ലെവൽ സർഫസ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, എൻ്റെ ഒരു ഭൂമി, ഒരു ഫുട്ബോൾ ഇരിപ്പുണ്ട്. ആ ഫുട്ബോളിനെ ചുറ്റും പൊതിഞ്ഞുകൊണ്ട് എന്തുണ്ട്, കുറേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർഫസുകളുണ്ടല്ലേ. ഓക്കെ, 3D ആണ്. 3Dയിൽ വരുമ്പോഴത്തേക്ക് ഇതെന്ത് സംഭവിക്കുന്നു, ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നു. സോ ഓരോ ലെവൽ സർഫസുകളും എന്താണ്, ഭൂമിയുടെ മീൻ സ്ഫെറിക്കൽ ഷേപ്പിന് ഇങ്ങനെ പാരലായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ മീൻ സ്ഫെറിക്കൽ സർഫസിന് പാരലായിട്ടുള്ള ആ ഒരു സർഫസിനെ പറയുന്ന പേരാണെന്ത്, ലെവൽ സർഫസ്. ഓക്കെ ആണല്ലോ, ലെവൽ സർഫസ്. ശരി, ഇനി ഈ ലെവൽ സർഫസിനെ ഞാൻ 2Dയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, 2Dയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ഒരു ലൈനാണ് അല്ലേ. 3Dയിൽ എന്താണ്, ഒരു സർഫസാണ്. 2Dയിൽ എന്തായി, അതൊരു ലൈനായി. അങ്ങനെ 2Dയിലാണ് പറയുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, ലെവൽ ലൈൻ. എന്താണ്, ലൈൻ ലൈസ് ഇൻ ലെവൽ സർഫസ്. ലൈൻ ലൈസ് ഇൻ ലെവൽ സർഫസ്. ഓക്കെ, ഒരു ലെവൽ സർഫസ് 3D ലെവൽ സർഫസ് എടുക്കുകയാണെങ്കിൽ അതിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ലൈൻ മീൻസ് അതിൻ്റെ 2D പ്രൊജക്ഷൻ. ലെവൽ സർഫസിൻ്റെ 2D പ്രൊജക്ഷനെ പറയുന്ന പേരാണെന്ത്, ലെവൽ ലൈൻ. ഓക്കെ, ശരി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത സംഭവം അല്ലേ, എന്താ, നമ്മളിങ്ങനെ പാരലായിട്ട് ഭൂമിക്ക് പാരലായിട്ട് ഒരു സർഫസ്, ഒരു ലൈനും ഒക്കെ കൺസിഡർ ചെയ്തല്ലേ, അതെന്താണെന്ന് നോക്കാം. ഇതാ നോക്കിയേ, ഇതെൻ്റെ ഭൂമിയാണ്. ഭൂമിയുടെ മീൻ സ്ഫെറിക്കൽ ഷേപ്പാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് പാരലായിട്ട് ഏതോ ഒരു ലെവൽ സർഫസ് കൺസിഡർ ചെയ്തു. ഒരു ലെവൽ സർഫസ്, എനിക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെവൽ സർഫസുകൾ വരയ്ക്കാം. അതിൽ ഒരു ലെവൽ സർഫസിനെ ഞാൻ കൺസിഡർ ചെയ്തു. നോക്കിയേ,
ഈ ലെവൽ സർഫസിലെ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അതായത് ഇവിടെ ഒരാൾ നിൽക്കുന്നു. ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഇതിന് ടാൻജൻ്റലായിട്ട്, ഈ ഒരു പോയിന്റിന് ടാൻജൻ്റായിട്ട് ഞാനൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇതെന്താണ്, ഒരു ഭൂമിയാണ്. ഭൂമിയെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെവൽ സർഫസ് ആണിത്. ആ ലെവൽ സർഫസിന് പാരലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സർഫസിനെ, ഹൊറിസോണ്ടൽ സർഫസിനെ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെ. ഓക്കെ, ഇതെന്താണ് എൻ്റെ സ്ഫിയർ, ഇതെന്താണ് അതിൻ്റെ ലെവൽ സർഫസ്. അതിന് ടാൻജൻ്റ് ആയിട്ട് ഇതാ നോക്കിയേ, ആ ഒരു പോയിന്റിന് ടാൻജൻ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഹൊറിസോണ്ടൽ സർഫസിനെ കൺസിഡർ ചെയ്യുന്നു. സോ ആ പോയിന്റിന് ടാൻജൻ്റ് ആയിട്ടുള്ള ഈ ഒരു സർഫസിനെ പറയുന്ന പേരാണെന്ത്, ഹൊറിസോണ്ടൽ സർഫസ്. ഹൊറിസോണ്ടൽ സർഫസ്, ഹൊറിസോണ്ടൽ സർഫസ്. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഭൂമിയുടെ ഏതോ ഒരു പൊസിഷനിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് ഈ ഭാഗത്ത് എവിടെയാണല്ലേ, നമ്മൾ ഇക്വേറ്ററിൻ്റെ ഏകദേശം അടുത്താണ്, ഇവിടെ എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. ഞാനിപ്പോൾ എൻ്റെ തലയിൽക്കൂടെ ടാൻജൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ സർഫസ്, ഒരു സർഫസ് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അതാണ് എന്ത്, ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറയുന്നത്. എന്താണ് ഹൊറിസോണ്ടൽ സർഫസ്? ഇവിടുത്തെ ലെവൽ സർഫസ് എങ്ങനെയിരിക്കും, കർവായിട്ടിരിക്കും. ലെവൽ സർഫസ് ഇങ്ങനെ കർവായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ സർഫസ് എങ്ങനെ വരും, അതിന് നേരെ ടാൻജൻ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇരിക്കും. ലെവൽ സർഫസ് എങ്ങനെ, ഇങ്ങനെ കർവായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഹൊറിസോണ്ടൽ സർഫസ്. ഓക്കെ, ഹൊറിസോണ്ടൽ സർഫസ് ഡെഫിനേഷൻ നോക്കാം. ഹൊറിസോണ്ടൽ സർഫസ്, ഓക്കെ, എനി സർഫസ് പാരലൽ ടു ലെവൽ, പാരലൽ അല്ലെങ്കിൽ ടാൻജൻറ്റ്, എനി സർഫസ് ടാൻജൻറ്റ്, ഇതാണ് പ്രോപ്പർ വേർഡ്, ടാൻജൻറ്റ്. ടാൻജൻറ്റ് ടു ലെവൽ സർഫസ്, ലെവൽ സർഫസിന് ടാൻജൻ്റ് ആയിട്ടുള്ള ആ ഒരു സർഫസിനെ പറയുന്ന പേരാണ് എന്ത്, ഹൊറിസോണ്ടൽ സർഫസ്. നെക്സ്റ്റ് എന്തായിരിക്കും, ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ, സർഫസ് എന്ന് പറയുമ്പോൾ 2D 3D ആണ്, ലൈൻ എന്ന് പറയുമ്പോൾ 2D. സോ എനി ലൈൻ ലൈസ് ഇൻ ഹൊറിസോണ്ടൽ സർഫസ്. ഹൊറിസോണ്ടൽ സർഫസിലുള്ള ആ ഒരു ലൈനെ പറയുന്ന പേരാണ്, മീൻസ് പ്രൊജക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ സർഫസിനെ പറയുന്ന പേരാണെന്ത്, ഹൊറിസോണ്ടൽ ലൈൻ. ഇനി ഇതാ നോക്കിയേ, ഡേറ്റം. ഡേറ്റം, ഡേറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഡേറ്റം. ഡേറ്റം എന്താണ്, ഡേറ്റം റഫറൻസ് അല്ലേ. എനി ലെവൽ സർഫസ് അല്ലെങ്കിൽ എനി ലെവൽ ലൈൻ, സർഫസ് ആയാലും മതി, ലെവൽ ലൈൻ ആയാലും മതി, ഏതായാലും എനി ലെവൽ സർഫസ് ഫ്രം വിച്ച് elevations are referred. ഓക്കെ, റഫേർഡ്. ഇതാ നോക്കി, നമ്മൾ ഇത്രയും നേരം വരച്ചതിൽ നമ്മൾ എവിടെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്, നമ്മൾ ഇത്രയും നേരവും നമ്മളെ ഡേറ്റമായിട്ട് എടുത്തതല്ലേ. ആ ഒരു മനുഷ്യൻ്റെ പൊക്കം കണ്ടുപിടിക്കാൻ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നല്ലേ എടുത്തത്. സോ ഞാൻ കൺസിഡർ ചെയ്ത എൻ്റെ ഡേറ്റം എന്ന് പറയുന്നത് എന്താണ്, മീൻ സർഫസ് ഓഫ് എർത്ത് ആയിരുന്നു അല്ലേ, മീൻ സർഫസ് ഓഫ് എർത്ത്. സോ നമ്മൾ കൺവീനിയൻ്റ് ആയി സാധാരണ കൺസിഡർ ചെയ്യുന്നത്, ഓക്കെ, നമ്മൾ കൺവീനിയൻ്റ് ആയി സാധാരണ കൺസിഡർ ചെയ്യുന്നത് mean sea level is a convenient datum. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ ആ ഒരു സർഫസ് മീൻ സീ ലെവൽ. എന്താ മീൻ സീ ലെവൽ എന്ന് പറഞ്ഞാൽ, അതാ നോക്കിയേ, ഞാൻ എൻ്റെ ഭൂമിയെ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഞാൻ അസ്യൂം ചെയ്യുന്നു ഇതെന്താണ്, എൻ്റെ ഭൂമി മൊത്തത്തിൽ കടലാണ്, ഞാൻ കൺസിഡർ ചെയ്ത ഭാഗത്തെല്ലാം കടലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കടലിന് എന്താ പ്രശ്നം, കടലിൻ്റെ വെള്ളം ഒരിക്കലും ഇങ്ങനെ സ്ട്രൈറ്റ് അല്ലല്ലേ. ഓക്കെ, ചില സമയത്ത് എന്ത് സംഭവിക്കും, അത് ജസ്റ്റ് ഒന്ന് ഉയരും, ചില സമയത്ത് അതിൻ്റെ ലെവൽ എന്ത് ചെയ്യും, ഇത് ഇവിടെ നിന്ന് ഉയരാനും സാധ്യതയുണ്ട്, അവിടെ നിന്ന് താന്നു വരാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, നമ്മൾ വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ടൈഡ്സ്. ഓക്കെ, ഈ ടൈഡ് കാരണം എന്ത് സംഭവിക്കും, ഇത് ഉയരുകയും താഴുകയും ചെയ്യും. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 19 വർഷത്തെ വേലിയേറ്റവും വേലിയിറക്കവും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കടലിൻ്റെ കരയിൽ പോയി നിൽക്കുന്നു. മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്, കടലിൻ്റെ കരയിൽ ഞാൻ പോയി നിൽക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു സർഫസ് ഉണ്ട് അതിൽ, ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ കടലിനെ നോക്കിക്കൊണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉയരം പൊങ്ങാം, ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉയരം താങ്ങാം.
താര. ഓക്കെ, പൊങ്ങാം താര, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇങ്ങനെ ഞാൻ എത്ര നാളവിടെ നിൽക്കണം? ഇങ്ങനെ ഞാൻ 19 വർഷം ആ കടലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. ഓക്കെ, കടലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പല എലിവേഷൻ കിട്ടുന്നു. ഓക്കെ, പല എലിവേഷൻ, ഉയർന്ന ഒരു എലിവേഷനും കിട്ടി, ഇങ്ങനെ താഴെ, ഇങ്ങനെ 19 വർഷം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, പൊങ്ങുന്നതും താഴ്ന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ മീനായിട്ടുള്ള, അതിൻ്റെ ഒരു മീനായിട്ടുള്ള ലെവൽ കണ്ടുപിടിക്കുന്നു. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അതിനെ പറയുന്ന പേരാണെന്ത്? മീൻ സർഫസ് ലെവൽ. ഓക്കെ, ഇങ്ങനെ 19 വർഷം നിൽക്കില്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. സോ 19 വർഷത്തെ ആ ഒരു വേരിയേഷൻ വെച്ചിട്ട് അതിൻ്റെ മീനായിട്ടുള്ള ആ ഒരു ലെവലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മീൻ സീ ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മീൻ സീ ലെവൽ ഈസ് എ കൺവീനിയൻറ്റ് ഡേറ്റം. ഇറ്റ് ഈസ് ദി മീൻ level of sea for a period of approximately 19 years for all high tide and low tide conditions. Okay, conditions. Okay, നമ്മുടെ സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ, സർവേ ഓഫ് ഇന്ത്യ is taken the mean sea level of ഏത് പ്ലേസ്? മുംബൈ. ഓക്കെ, മുംബൈയുടെ മീൻ സീ ലെവലാണ്. മുംബൈയിലെ മീൻ സീ ലെവൽ, മുംബൈയിലെ 19 വർഷത്തെ ആ ഒരു വേരിയേഷൻ്റെ ആ ഒരു ലെവലാണെന്ത്? നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ ഈസ് ടേക്ക് ദി മീൻ സീ ലെവൽ ഓഫ് മുംബൈ ആസ് ഡേറ്റ. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ഡേറ്റം എവിടത്തതാണ്? മുംബൈയിലെ മീൻ സീ ലെവലിൻ്റെ ഡേറ്റമാണ്. മുംബൈയിലെ മീൻ സീ ലെവലിൻ്റെ ഡേറ്റമാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ എന്താ ഇനി ഒരു കാര്യം നമുക്ക് കൺസിഡർ ചെയ്യാം. നേരത്തെ നമ്മളൊരു ഭൂമിയിൽ ഇങ്ങനെ വരച്ചില്ലേ? സോ ഇതെന്താണ്? മീൻ സീ ലെവലാണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ സർഫസുകൾ വരച്ചില്ലേ? ലെവൽ സർഫസുകൾ. ഇതെന്താണ്? മീൻ സീ ലെവലിന് പാരലായിട്ടുള്ള, മീൻ സീ ലെവലിൻ്റെ കർവേച്ചറിന് പാരലായിട്ടുള്ള സർഫസ് ആണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ എന്ത് ചെയ്തു? എലവേഷൻ എന്നൊരു ടേം യൂസ് ചെയ്തു അല്ലേ? എന്താണ് എലവേഷൻ? ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ്, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനൊരു ഡെഫിനേഷനായിട്ട് പറയുന്നു. എലവേഷൻ എന്തായിരുന്നു? എലവേഷൻ, എനിക്കൊരു ഡേറ്റമുണ്ട്, മുകളിൽ എനിക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഡേറ്റത്തിൽ നിന്നുള്ള വെർട്ടിക്കൽ ഹൈറ്റ്, ഇതിനെ പറയുന്ന പേരാണെന്ത്? എലവേഷൻ. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണെന്ത്? എലവേഷൻ. ഇറ്റ് ഈസ് ദി വെർട്ടിക്കൽ ഹൈറ്റ് of a point from data. The last ആയിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ലെവൽ ഡിഫറൻസ്. ഇത് നമ്മൾ നോക്കിയായിരുന്നു. ലെവൽ ഡിഫറൻസ് എന്താണ്? ലെവൽ ഡിഫറൻസ് ദേ ഇവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ കറങ്ങി വന്നു. എൻ്റെ ഭൂമി എവിടെയാണ്? ദേ ഇങ്ങനെ നിൽക്കുന്നു, ഞാൻ മറ്റൊരാളെ ഇവിടെ നിർത്തുന്നു. അവരുടെ ഹൈറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മീൻ സീ ലെവലിന് പാരലായിട്ടൊരു ലെവൽ സർഫസ് വരയ്ക്കണം. എന്നിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവയുടെ ലെവൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇയാളുടെ തലയിൽ കൂടി കടന്നു പോകുന്ന ഒരു ലെവൽ സർഫസ് ഞാൻ കൺസിഡർ ചെയ്തു, ലെവൽ സർഫസ് 1. മറ്റേ ആളുടെ തലയിൽ കൂടി കടന്നു പോകുന്ന ലെവൽ സർഫസ് 2 കണ്ടുപിടിച്ചു. ഇവരുടെ ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ലെവൽ ലൈനുകൾക്കിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്? ലെവൽ ഡിഫറൻസ്. ഓക്കെ, എന്താണ് ലെവൽ ഡിഫറൻസ്? ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ഇൻ elevation of objects between two level
ലൈൻസ്, ലെവൽ ലൈൻസ് ആണ്. ഓക്കെ, രണ്ട് ലെവൽ ലൈനുകൾക്കിടയിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? എലവേഷൻ ഡിഫറൻസ്. ഒരിക്കലും ഇവിടെ നമ്മൾ എന്ത് എഴുതല്? ഹൊറിസോണ്ടൽ ലൈൻ എന്ന് എഴുതരുത്. ഓക്കെ, ട്വിസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഹൊറിസോണ്ടൽ ലൈനുകൾക്കിടയിലുള്ള ഹൊറിസോണ്ടൽ ലൈൻ, ഇത് ഇവിടുത്തെ ഹൊറിസോണ്ടൽ ലൈൻ, ഇത് ഇവിടുത്തെ ഹൊറിസോണ്ടൽ ലൈൻ. ആ ഹൊറിസോണ്ടൽ ലൈനുകൾക്കിടയിലുള്ള ഡിഫറൻസ് അല്ല നമ്മുടെ ലെവൽ ഡിഫറൻസ്. നോക്കിയേ, ലെവൽ ലൈനുകൾക്കിടയിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? ലെവൽ ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. ശരി, ഇത്രയാണ് നമുക്ക് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ടേംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. ഇനി എന്താണ് നമുക്ക് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ടൈപ്സ് ഓഫ് ലെവലിംഗ്. അതായത് ഏതൊക്കെ രീതിയിൽ എനിക്ക് എലിവേഷൻ കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ഉദാഹരണം തന്നെ എടുക്കുന്നത്, എൻ്റെ ഭൂമിയുണ്ട്, അവിടെ എന്തുണ്ട്? ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിന് മുകളിൽ എന്തുണ്ട്? ഒരു പോളുണ്ട്. അതിന് മുകളിൽ എന്തുണ്ട്? ഒരു ബൾബുണ്ട്. ഓക്കെ, ഈ ബൾബിൻ്റെ പൊക്കം ഇതെന്താണ്? എൻ്റെ മീൻ സീ ലെവലാണ്. ഓക്കെ, മീൻ സീ ലെവൽ എവിടെയോ കിടക്കുന്നു. മീൻ സീ ലെവൽ ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എൻ്റെ ഡേറ്റമായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഡേറ്റമായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നു. എനിക്ക് ഈ ഡേറ്റത്തിനെ വെച്ചുകൊണ്ട് ഈ ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു എലവേഷൻ, ഇതിനെ പറയുന്ന പേരാണെന്ത്? എലവേഷൻ അല്ലേ? ഡേറ്റത്തിൽ നിന്നുള്ള ഹൈറ്റിനെ പറയുന്ന പേരാണെന്ത്? എലവേഷൻ. ഈ എലവേഷൻ ഏതെല്ലാം രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും? 3 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് അഥവാ ഡയറക്റ്റ് ലെവലിംഗ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലെവലിംഗ്. ആദ്യത്തെ ഡയറക്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ആയിരിക്കും. മൂന്നാമത്തെ എന്ന് പറയുന്നത് ബാരോമെട്രിക് ലെവലിംഗ്. ഓക്കെ, ബാരോമെട്രിക് ലെവലിംഗ്. ഓക്കെ, ഈ ഡയറക്റ്റ് ലെവലിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്പിരിറ്റ് ലെവലിംഗ്. എന്തെന്ന് പറയും? സ്പിരിറ്റ് ലെവലിംഗ്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഈ ഡയറക്റ്റ് ലെവലിംഗ് ആണ്. ഓക്കെ, ശരി. ഈ ഇൻഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്റർ ഉണ്ട്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ട്രിഗണോമെട്രിക് ലെവലിംഗ്. ഓക്കെ, ട്രിഗണോമെട്രിക് ലെവലിംഗ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാരോമെട്രിക് ലെവലിംഗ്. ഇതിൽ ആ ട്രിഗണോമെട്രിക് ലെവലിങ്ങിനെ കുറിച്ച് നമുക്കൊരു വാക്ക് എഴുതി വയ്ക്കാം. ട്രിഗണോമെട്രിക്. കാരണം എന്താ? അത് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യില്ല. ട്രിഗണോമെട്രിക് ലെവലിംഗ്. എന്താ ട്രിഗണോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ? ലെവലിംഗ് ഡൺ, ഇത് അടുത്ത ചാപ്റ്ററാണ്. ഡൺ യൂസിങ് ട്രിഗണോമെട്രിക് റിലേഷൻസ്. ട്രിഗണോമെട്രിക് റിലേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ലെവലിംഗ് നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ട്രിഗണോമെട്രിക് ലെവലിംഗ്. നെക്സ്റ്റ് ബാരോമെട്രിക് ലെവലിംഗ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താ? ഭൂമിയുടെ ഇതാണ് എൻ്റെ ഭൂമി. ഇതൊരു മൗണ്ടൈൻ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ നിൽക്കുന്നു. എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നു, P1. ഞാൻ എന്ത് ചെയ്യുന്നു? ആ മൗണ്ടൻ്റെ മുകളിലേക്ക് പോകുന്നു അല്ലേ? ഇവിടെ എനിക്ക് എന്ത് ചെയ്യുന്നു? വേറൊരു പ്രഷർ ഫീൽ ചെയ്യുന്നു. ഞാൻ ഏറ്റവും മുകളിൽ ചെന്ന് മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ എനിക്ക് എന്ത് ചെയ്യുന്നു? മറ്റൊരു പ്രഷർ ഫീൽ ചെയ്യുന്നു. ഈ പ്രഷറുകളൊന്നും സെയിം ആയിരിക്കില്ല. നമുക്കറിയാമല്ലേ, നമ്മൾ കൊച്ചിലേ പഠിച്ചിട്ടുണ്ട്. മൗണ്ടൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൂക്കിൽ നിന്നെല്ലാം ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ പ്രഷർ കുറവായതുകൊണ്ട് നമ്മുടെ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ എന്താണ്? P3 എന്ന് പറയുന്നത് ഏറ്റവും ചെറുതായിരിക്കും. P2 എന്ന് പറയുന്നത് കുറച്ചുകൂടി P3യെ കമ്പയർ ചെയ്യുമ്പോൾ വലുതായിരിക്കും. അതുപോലെ P1 എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ വാല്യൂ. ഓക്കെ, സോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? P1 ഗ്രേറ്റർ ദാൻ P2 ഗ്രേറ്റർ ദാൻ P3 എന്ന് പറയാം. നോക്കി, ഇതിൽ നിന്ന് എനിക്കൊരു കൺക്ലൂഷനിൽ എത്താൻ എന്താ? ഹൈറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഹൈറ്റിന് വരെ എനിക്ക് എന്തെന്ന് എഴുതാം? എലവേഷൻ എന്ന് എഴുതാം അല്ലേ? എലവേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആരും ചേഞ്ച് ചെയ്യുന്നു? പ്രഷറും ചേഞ്ച് ചെയ്യുന്നു അല്ലേ? പ്രഷർ ഓൾസോ ചേഞ്ചസ് എലോങ് വിത്ത് എലവേഷൻ. സോ എനിക്ക് എന്ത് ചെയ്യാം? പ്രഷറിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യാം? ഹൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പ്രഷറുകളുടെ ഇവിടെയും ഒരേ പ്രഷറാണെങ്കിൽ ഞാൻ എന്ത് പറയുന്നു? അത് രണ്ടും ഒരേ എലിവേഷനിലാണെന്ന് പറയുന്നു. അതേസമയം പ്രഷർ കൂടിയ ഒരു സ്ഥലമാണെങ്കിൽ എന്താ? അത് താഴെയാണെന്ന് പറയാം. പ്രഷർ കുറഞ്ഞ സ്ഥലം മുകളിലാണെന്ന് പറയാം. സോ
എലിവേഷൻ്റെ ചേഞ്ച് എന്ത് ചെയ്യാം, പ്രഷറിൻ്റെ ചേഞ്ച് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതാണെന്ത്, ബാരോമീറ്റർ. എന്താണ് ബാരോമീറ്റർ? പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ബാരോമീറ്റർ. ഇതിന് നമ്മൾ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ബാരോമീറ്റർ ഉണ്ട്, അതിൻ്റെ പേരാണ് അനറോയിഡ് ബാരോമീറ്റർ. ഓക്കെ, അനറോയിഡ് ബാരോമീറ്റർ. സർവേയിങ്ങിൻ്റെ ഈ ഒരു ലെവലിംഗ് പ്രൊസീജിയറിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബാരോമീറ്ററിൻ്റെ പേരാണെന്ത്, അനറോയിഡ് ബാരോമീറ്റർ. ഓക്കെ, ഈ അനറോയിഡ് ബാരോമീറ്റർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ആ പ്രഷർ ഡിഫറൻസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഹൈറ്റിൻ്റെ ഡിഫറൻസുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യുന്നു. ഈ 3 ടൈപ്പ് ലെവലിംഗ് മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത് ഈ ഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ്. ഈ ഡയറക്റ്റ് ലെവലിംഗ് എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഡിഫറൻറ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ARC, the Gate Coaching Hub of Kerala.